ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതൊക്കെ വേദികളിൽ ഇന്നത്തെ ദിവസം ഏതൊക്കെ മത്സരങ്ങളുണ്ട്, എങ്ങനെയൊക്കെയാണ് ആദ്യ ദിവസം പോകുന്നത്? ശ്രീജ, 25 വേദികളിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയിൽ മോഹിനിയാട്ടം നടക്കുകയാണ്. അതോടൊപ്പം വേദി 2 പാരിജാതത്തിൽ ഭരതനാട്യം, നീലക്കുറിഞ്ഞിയിൽ പണിയ നൃത്തം, അങ്ങനെ ഓരോ കലാരൂപങ്ങളായി ഗ്ലാമർ ഇനങ്ങൾ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒപ്പന ഉൾപ്പെടെയുള്ളവർ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് വേദി 4 പവിഴമല്ലിയിലാണ്. അവിടെ HSS വിഭാഗത്തിന്റെ മിമിക്രി ആൺകുട്ടികളുടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞു. എന്നോടൊപ്പം ഉള്ളത് തൃശൂർ സ്വദേശി തന്നെ ആയിട്ടുള്ള A ഗ്രേഡ് സ്വന്തമാക്കിയ മിമിക്രി കലാകാരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ആൽവിൻ ആന്റണിയാണ്. ആൽവിൻ, ആശംസകൾ. ആദ്യമായിട്ടാണ് ഈ ഒരു ഇനത്തിൽ പങ്കെടുക്കുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, ഞാൻ ഇങ്ങനെ കുറെ സ്റ്റേജ് കയറിയിട്ടുണ്ട്. ആ ടെൻഷൻ ഇല്ല, ചെറിയൊരു ഇതുണ്ടായിരുന്നു, തെറ്റിപ്പോന്നുള്ളൊരു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ A ഗ്രേഡ് കിട്ടി, വളരെ സന്തോഷമായി. ആൽവിന്റെ കുടുംബം ഇവിടെയുണ്ട്, ആൽവിന്റെ ആശാൻ ഇവിടെയുണ്ട്. അതിനു മുൻപ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 മിമിക്രി ഇവിടെ കാണിച്ചാലോ? 2. ഓക്കെ, விஜய் கிரவுண்ட் எல்லாம் ஆளுங்க தான், ஆனா ஆடியன்ஸ் எல்லாம் ஒரு நம்ம பார்க்க போறேன். கேள்விப்பட்டிருக்கியா? ஆட்ட நாயக்க പോട്ടെ. വീണ്ടും പിന്നെ ആരൊക്കെയാണ്? നസ്ലി എന്ത് പണ്ടാറോടവൻ കയറി വന്നപ്പോ ഒരു 5 ഡയലോഗും എനിക്കാണെങ്കിൽ പൊളിച്ചിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. എനിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടൂല. അവസാനം നീ കരയുമ്പോനെ അനുഭവം കൊണ്ട് പറയണ്. മുൻപ് കലോത്സവ വേദികളിലൊക്കെ പോയിട്ട് ഈ മിമിക്രി ഒക്കെ കാണാറുണ്ടായിരുന്നോ? കാണാറാ, ടിവിയിലൊക്കെ മറ്റേ ഈ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോഴൊക്കെ ചെയ്യണുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആൽവിന്റെ അമ്മയാണ് മകന്റെ ഉള്ളിലെ ഒരു കലാകാരനെ എപ്പോഴാണ് കണ്ടെത്തിയത്? വീട്ടില് കാണിക്കലുണ്ട്, പക്ഷെ ഞങ്ങള് ഇങ്ങനെ പോയി സമ്മാനം അടിച്ചു വരുമെന്ന് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഈ ടൈമാണ് അവൻ ആദ്യമായിട്ട് സ്കൂളില് ഇങ്ങനെ പങ്കെടുത്തത്. ഈ വർഷമുണ്ട്. ചിത്രരചനയും പിന്നെ അതുണ്ട്, പിന്നെ ഡാൻസ് ചെയ്യും. അതിനൊക്കെ മേടിക്കുമെങ്കിൽ ഇത് ഫോക്കസ് ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. എന്തായാലും ആൽവിന്റെ ആശാനും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ആശാൻ, എങ്ങനെയുണ്ടായിരുന്നു ശിഷ്യന്റെ പെർഫോമൻസ്? ശരിക്കും പറഞ്ഞാൽ ഇവനേക്കാൾ കൂടുതൽ ടെൻഷൻ എനിക്കായിരുന്നു. പക്ഷെ എന്തായാലും വളരെ സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടായി പ്രാക്ടീസിന്റെ സമയത്തൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ അതിലും ഭംഗിയായിട്ട് തന്നെ സ്റ്റേജിൽ ചെയ്തു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പം ഒരുപാട് കുട്ടികളുമായി ഇതിനു മുൻപുള്ള കലോത്സവങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടാവുമല്ലോ. അതിൽ നിന്നൊക്കെ ഓരോ തവണയും മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഈ തീവണ്ടി ആയാലും ചില രാഷ്ട്രീയക്കാരായി, അതിൽ നിന്നൊക്കെ മാറി ഇത്തവണ ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പുതിയ താരങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ആൽവിനാണെങ്കിൽ തന്നെ ചെയ്ത താരങ്ങളൊക്കെ പുതിയ ന്യൂ ജനറേഷൻ താരങ്ങളാണ്. എല്ലാം ഒക്കെ പെർഫെക്ഷനാണ്. ഞാൻ അവനെ പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ഞാൻ അവരെ സംഭവങ്ങൾ എടുക്കുമ്പോൾ അത് വളരെ പെർഫെക്ഷനായിട്ടാണ് അവൻ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ അധികം പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു മോഡുലേഷനും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള, അവൻ തന്നെ കറക്റ്റായിട്ട് എല്ലാം ചെയ്തതാണ്. നമ്മളത് ഒരാളായിട്ട് നിന്നു എന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവനെല്ലാം കറക്റ്റ് സ്റ്റേജ് ബാലൻസിങ്ങും മൈക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനറിയാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ആവശ്യം പറ്റില്ല എനിക്ക് തോന്നുന്നു. കാരണം പുള്ളി എന്നെ ഇങ്ങനെ ചെയ്തോളും. എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും. ഇവിടെ വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പറഞ്ഞത്, ജഡ്ജസ് പറഞ്ഞത് ആവർത്തന വിരസതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലേ? സ്ഥിരം പിടിക്കുന്ന ഒരു, അതായത് ഇപ്പോൾ ഈ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ സ്ഥിരം മത്സരവേദികളിൽ കണ്ടുവരുന്ന സംഭവങ്ങൾ തന്നെയാണ് കൂടുതലും മത്സരാർത്ഥികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആൽവിൻ ചെയ്ത സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ അധികാരം ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഒരു ഇതിൽ ജഡ്ജസ് മാർക്ക് ഇട്ടതും. ആ ഒരു പെർഫെക്ഷനും പിന്നെ ടൈമിങ്ങും അവൻ്റെ പ്രസന്റ് ഒക്കെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്. ആൽവിനെ കൂടാതെ മറ്റ് ശിഷ്യന്മാരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ചെയ്തൊരു ശിക്ഷണം ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ വലുതായി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് മാഷെ എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ പഠിപ്പിച്ചൊരു പെൺകുട്ടി അടുത്ത മിമിക്രിക്ക് ഇവിടെ ഇപ്പൊ പഠിപ്പിച്ചതല്ല, ഞാൻ ഇതിക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നെ കണ്ടപ്പോൾ കൂടി ഒന്ന് പാരന്റ്സ് കൂടി വന്ന് സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശിഷ്യഗണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ആൽവിന്റെ കൂട്ടുകാരന്റെ മകനാണ്. അപ്പൊ ആളെ ഞാൻ വളരെ ഭംഗിയായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയൊന്നും. പക്ഷെ ഇന്ന് വന്നപ്പോൾ വളരെ സന്തോഷമായി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ A ഗ്രേഡ് കിട്ടിയാൽ പുള്ളിക്ക്. അതുകൊണ്ട്
എല്ലാം നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഈ കൂടെയുള്ള ആശാൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വളരെ സന്തോഷമുണ്ട്. ഇനി അടിച്ചു പൊളിക്കണം ഞങ്ങൾക്ക്. ഇതിന്റെ ഒരു ആഘോഷം ഇതിന്റെ ബാക്കിയായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു നൃത്ത അധ്യാപകൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനിയനാണ്, അതുകൂടി ഉണ്ട്. ആൽവിന്റെ അച്ഛന്റെ അനിയനാണ്, നൃത്ത അധ്യാപകൻ കൂടിയാണ്. ശിഷ്യന്മാരിവിടെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ശിഷ്യകൾ. അതെ, തിരുവാതിര ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക് എല്ലാം ഇറങ്ങുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഇറങ്ങുന്നുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. നമ്മള് ഗ്രേഡ് വാങ്ങിച്ച് പോവാറുണ്ട്. ഉണ്ട്. ഇത്തവണയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെയല്ല എല്ലാവരും വരുന്നത്. അപ്പൊ എന്തായാലും കിട്ടും. നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷനുണ്ട്, പിന്നെ പിള്ളേരെക്കാളും കൊല്ലം നമുക്കല്ല ടെൻഷൻ. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യം, പിന്നെ അവരുടെ പ്രാക്ടീസ് ഇത്രയും നാള് ഒരു 6-7 മാസമായിട്ടുള്ള പ്രാക്ടീസ് അല്ലേ. അപ്പൊ അവരുടെ ക്ലാസ് പോയി. അപ്പൊ എല്ലാം കൂടെ നമുക്ക് ചിന്തിക്കുമ്പോൾ ലാസ്റ്റ് ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പിള്ളേർക്കെല്ലാം ആരോഗ്യകരമായിട്ട് എല്ലാം ഓക്കെ ആയിരിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവണം. ഈ പ്രാർത്ഥന എപ്പോഴും കഴിയുന്നവരുണ്ടാവും. അപ്പം മുൻപൊക്കെ മുൻപുള്ള കലോത്സവങ്ങളിലൊക്കെ സമയം കൃത്യമായി പാലിക്കാൻ പറ്റാത്തത് വലിയൊരു പ്രശ്നമായി പലപ്പോഴും ഉയർത്തിക്കാട്ടും. രാവിലെ മുതലേ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളെ രാത്രി വരെ നിന്ന് ക്ഷീണിക്കുന്ന അവസ്ഥ, അതിപ്പോ ഏറെക്കുറെ കുറഞ്ഞു എന്ന് തോന്നുന്നു, അല്ലെ? പരിഹരിക്കപ്പെട്ടോ എന്ന് തോന്നുന്നു. ഒരുപാട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ വിളിച്ചാൽ തന്നെയും ചിലപ്പോൾ റിപ്പോർട്ടിങ്ങിന്റെ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അകലം ഭയങ്കര പ്രശ്നമായിരുന്നു. ട്രാഫിക് ജാം വരും. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ വർഷം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം വേദികളെല്ലാം സജീവമായിട്ടുണ്ട്. അപ്പോൾ വലിയ ലാഗില്ലാതെ പരിപാടികൾ പോകുന്നുണ്ട്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം ഒത്തിരി നേരം കൊണ്ട് പിള്ളേർ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതല്ലേ. അപ്പൊ അതും ആ പിള്ളേരെ ഒരുപാട് ബാധിക്കും. അത് കാരണം ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാലും അവരുടെ ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അത് പെർഫോമൻസിലും വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആൽവിൻ ഇപ്പോ +2-ലാണ്. അപ്പൊ അവസാനത്തെ സ്കൂൾ കലോത്സവം കൂടിയാണ്. അതിന്റെ ഒരു വിഷമം കൂടി ഉണ്ടോ? ഉണ്ടല്ലേ? എന്തായാലും അവസാനത്തെ കലോത്സവത്തിന് A ഗ്രേഡുമായിട്ട് തന്നെ മടങ്ങുകയാണ്. സന്തോഷത്തോടെ. സന്തോഷം. അപ്പൊ ഇനിയും പല വേദികളിലും നമുക്ക് കാണാം. എന്തായാലും ആൽവിനാണ് A ഗ്രേഡ് കിട്ടിയതിന്റെ സന്തോഷം, മിമിക്രിയിൽ A ഗ്രേഡ് കിട്ടിയതിന്റെ സന്തോഷം ന്യൂസ് 18-നുമായി പങ്കുവച്ചത്. ആൽവിന്റെ കുടുംബവുമുണ്ട്. ഇനി എന്തായാലും ശ്രീജ, മറ്റ് ഈ ദേശഭക്തി ഗാനം, അറവനമുട്ട് ഉൾപ്പെടെയുള്ള കലാപരിപാടികളെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം അരങ്ങേറുന്നതാണ്. എല്ലാ പരിപാടികളും സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും നിൽക്കുന്നത്. ശ്രീ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.